കേരളത്തിലെ NDA സർക്കാർ രൂപീകരിക്കുക തന്നെയാണ് അജണ്ട. അതിനാണ് താങ്കളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഇന്ന് ഭയങ്കര ഓപ്പണായിട്ട് പറയല്ലേ, എന്നെ അയച്ചിരിക്കുന്നത് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു BJP NDA സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. വിശ്രമമില്ല. അല്ല, വിശ്രമമല്ല, ഞാൻ ഇവിടുന്ന് പോവില്ല. അതാണ് ഞങ്ങളുടെ ദൗത്യം, നമ്മളെല്ലാവരും ദൗത്യം എന്ന് പാർട്ടിയിൽ ഞാൻ പറഞ്ഞു. BJPക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അല്ലേ? 90% വോട്ട് ഷെയർ. എൻ്റെ അസസ്മെൻറ്റ് കുറച്ചൊരു അത് ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ അസസ്മെൻറ്റ് ഇങ്ങനെയാണ്. ഈ LDFും UDFും 70 കൊല്ലം 72 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. അവരുടെ ഭരണം ഇന്ന് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കർണാടക ഭരണമാണോ, കോൺഗ്രസിൻ്റെ ഹിമാചൽ ഭരണമാണോ, ലെഫ്റ്റിൻ്റെ കേരള ഭരണമാണോ, ഒരു വ്യത്യാസമില്ല. എല്ലാ സ്റ്റേറ്റിലും ഒരു കോമൺ പാറ്റേൺ. ഈ ഇന്ത്യ അലയൻസ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റും ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി. അവർ കൊടുക്കുന്ന വാഗ്ദാനമൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡെവലപ്മെൻറ്റിന് കാശില്ല. കടം വാങ്ങിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇന്ന് റീസെൻ്റ്ലി 3 ദിവസം മുമ്പേ തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്ററും പറയുന്നു, എനിക്ക് പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിന് അലവൻസ് കൊടുക്കാൻ കാശില്ല, കടം വാങ്ങിച്ചില്ല, എനിക്ക് അവിടെ കാശ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും അവരുടെ ഞാൻ പറഞ്ഞ ഒരു അഴിമതിൻ്റെ ഒരു പോളിറ്റിക്സിൻ്റെ കാരണം അവരെല്ലാവരുടെയും ഇക്കണോമി ബാങ്ക്രപ്റ്റ് ആയിരിക്കുന്നു. അതേ സമയത്ത് നമ്മുടെ നരേന്ദ്രമോദിജി മാനേജ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ അവരുടെ ഇക്കോണമി എല്ലാം നന്നായി ബൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ശരിക്കും ജനങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ടത്. അവരോട് ഇതാണ് ഈ മെസ്സേജ്. ഇവിടുത്തെ കുട്ടികൾക്ക് തൊഴിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഇവിടുത്തെ ഇക്കോണമി സ്ട്രോങ് ആവണം. ആ ഇക്കോണമി സ്ട്രോങ് ആവണമെങ്കിൽ ഇത് UDFും LDFിന് കഴിയാൻ പറ്റുന്ന സാധനമല്ല. അവർ ഇതുവരെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ, അവസരം കൊടുക്കുമ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തില്ല. 70 കൊല്ലം അവർ ചെയ്തില്ല. ഇനി ഒരു അവസരം കൊടുത്ത് കേരളത്തിൻ്റെ ഒരു ട്രജക്ടറി, ഡെവലപ്മെൻറ്റ് ട്രജക്ടറി മാറ്റുകയാണെങ്കിൽ അത് NDA മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ലുക്ക്, കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുമോ? നോക്കൂ, ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പിണറായി തന്നെ ഭരിക്കുകയാണ്. അതെ, ഓപ്പോസിഷൻ വെരി വീക്ക്. അവിടെയാണ് BJPക്ക് വളരെ ഒരു പ്രിഡോമിനന്റ്. അതൊന്ന് രണ്ടാമത്തത് LDFും UDFിലും ഒരു വ്യത്യാസമില്ല. പണ്ട് കാലത്തെല്ലാം ശരിക്കും നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എല്ലാം പഠിച്ച് ഒരു 20 കൊല്ലം മുമ്പെല്ലാം പഠിക്കുമ്പോൾ ലെഫ്റ്റ് ഒരു ആക്രമണത്തിൻ്റെ ഒരു ഐഡിയോളജി ആയിരുന്നു, ഒരു വയലൻസ്, ഇൻറ്റിമിഡേഷൻ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അഴിമതി, കറപ്ഷൻ, ലാൻഡ് ഗ്രാബ്. ഇതിപ്പോൾ രണ്ടും ചെയ്യുന്നുണ്ട്. CPMലുണ്ട് അഴിമതി, CPMലുണ്ട് ഡൈനസ്റ്റി, ഇവിടെയുണ്ട് അഴിമതി, ഇവിടെയുണ്ട് വയലൻസ്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ മനസ്സിൽ അക്കോർഡിംഗ് ടു മീ അവർ നോക്കുമ്പോൾ ഈ ഇന്ത്യ അലയൻസിൻ്റെ 2 പാർട്ട്ണറിൻ്റെ ഇക്കണോമിക് ഐഡിയോളജിയും ഈ ഭാവിയെ പറ്റി വിചാരിക്കുമ്പോൾ ഇവർ രണ്ടാളും ഒരു വ്യത്യാസമില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ലെഫ്റ്റിൻ്റെ വോട്ട് ഷെയർ എല്ലായിടത്തും ഡ്രോപ്പ് ആവുന്നത്. കോൺഗ്രസിൻ്റെ ഒരു മനസ്സിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. ലെഫ്റ്റ് വീക്കം ചെയ്താൽ നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു മീ അത് അങ്ങനെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഒന്നുമല്ല. ജനങ്ങളുടെ മുമ്പിൽ ഇവർ രണ്ടാളും ഒരു മാത്രമായ ഒരു സ്ഥിതിയാണെങ്കിൽ അവർ കോൺഗ്രസിനെ പിക്ക് ചെയ്യും. ബട്ട് ഇത് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ദ സെക്കൻഡ് ഓപ്ഷൻ. ആ ഓപ്ഷനാണ് NDA. അല്ല, എന്തൊക്കെയാണ് തടസ്സങ്ങൾ? ഇപ്പോൾ താങ്കളുടെ കാഴ്ചപ്പാടിൽ BJPയുടെ സ്ട്രെങ്ത് എന്താണ്? കേരളത്തിലെ BJPയുടെ ദൗർബല്യം എന്താണ്? വീക്ക്നെസ് എന്താണ്? അല്ല, സ്ട്രെങ്ത് നമ്മുടെ ഐഡിയോളജി, സ്ട്രെങ്ത് നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡ്. ഈ 15 കൊല്ലം ഇന്ത്യ ഒരു ഫ്രജൈൽ 5 ഇക്കോണമിന്ന് ഒരു ടോപ്പ് 4 ഇക്കോണമി ആക്കിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീൻ്റെ ഇക്കണോമിക് പോളിസീസും ഒരു ഗുഡ് ഗവർണൻസും അതായിരുന്നില്ലേ? അതാണ് സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഡൽഹിയിൽ 2 ടേം അരവിന്ദ് കെജ്രിവാൾ ഞാൻ ഇതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഒരു ക്ലീൻ പോളിറ്റീഷ്യനാണെന്ന് പറഞ്ഞിട്ട് വന്നു. രണ്ട് തവണ ജനങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ട് മാൻഡേറ്റ് കൊടുത്തു. എന്നിട്ട് പുറത്താക്കിയില്ലേ?
അതുകൊണ്ട് ഇപ്രാവശ്യം എൻ്റെ കാൽക്കുലേഷൻ, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കേരളത്തിൻ്റെ ജനത, അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും നമ്മുടെ പ്രവർത്തകരോട്, നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയാൻ പോകുന്നു, ഡോർ ടു ഡോർ, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞങ്ങൾ വാഗ്ദാനം കൊടുത്താൽ ഞങ്ങൾ വാഗ്ദാനം പാലിക്കും, ഞങ്ങൾ ചെയ്യും, പറയുന്നത് ചെയ്യും. മറ്റൊരു ഒന്ന് പറഞ്ഞത് ചെയ്യില്ല, മറ്റേത് അവർക്ക് ചെയ്യാൻ എന്താണെന്ന് തന്നെ അവർക്ക് ഒരു കഴിവില്ല. സോ ഈ ഒരു പറഞ്ഞ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ, വി ആർ ദി ഓൾട്ടർനേറ്റ്, BJP NDA ആണ് ഒരു ഓൾട്ടർനേറ്റ്, മാറ്റം കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടെങ്കിൽ BJP NDA ആണെന്ന് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയണം. അത് എനിക്ക് എൻ്റെ മനസ്സിൽ അതിൻ്റെ സമയം വന്നു. ബിക്കോസ് കോൺഗ്രസിൻ്റെയും ലെഫ്റ്റിൻ്റെയും ക്രെഡിബിലിറ്റി ഇക്കണോമിക് മാനേജ്മെൻറ്റിൽ ഒരു ഓൾ ടൈം ലോ ആണ്. ബിക്കോസ് ജനങ്ങൾ വായിക്കുന്നുണ്ട്, കർണാടകയിൽ എന്ത് നടക്കുന്നു, ഹിമാചൽ പ്രദേശിൽ എന്ത് നടക്കുന്നു. ഇവിടെ ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല, KSRTCക്ക് ജനങ്ങൾ എംപ്ലോയീസിന് കൊടുക്കാൻ കാശില്ല, പെൻഷനേഴ്സിന് കൊടുക്കാൻ കാശില്ല, CPO എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് പാവം കുട്ടികൾ ഇന്ന് അവർക്ക് തൊഴിലും ജോബ് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു ഇക്കണോമിക് ബാങ്ക്രപ്സി ഇവിടെ വന്നിട്ടുണ്ട്. അത് വെറുതെ 2-3 വാക്ക് പറഞ്ഞ് പ്രസംഗിച്ച് സ്പീച്ച് അടിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കി ഇപ്രാവശ്യം ഈ ഇലക്ഷനിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്കൊരു ശരിക്കൊരു ഡിസൈസീവ് ചേഞ്ച് വേണം. കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് BJPയുടെ ലക്ഷ്യം, അതാണ് അജണ്ട, അതാണ്. കോൺഗ്രസ് മുക്ത ഭാരതമായതുകൊണ്ട് കേരളത്തിൽ ഇടതിനോട് സോഫ്റ്റായിട്ട് ഇടപെടുന്നു എന്നുള്ള പൊതുവിലൊരു ആക്ഷേപം ഉണ്ട്. നോക്കൂ, അതൊരു ഒരു 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 ഹൈറ്റ് ഓഫ് ഹിപ്പോക്രസി അല്ല അത്. ഈ 2 പാർട്ടീസ് ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്നേഴ്സാണ്. ആര്? CPM-ഉം കോൺഗ്രസും. എന്നിട്ട് കോൺഗ്രസ് ഈ ഇലക്ഷന് മുമ്പ് ഒരു പുതിയൊരു സ്റ്റോറി നടത്തുന്നു, CPM-ഉം BJP-ൻ്റെ കൂടെയാണെന്ന്. ഇത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടറിയോ? ഇവർ ഈ എക്സ്പെരിമെൻ്റ് അവർ തെലങ്കാനയിൽ ചെയ്തു. അവർ ആ ഇലക്ഷനിൽ ഒരു നല്ലൊരു ഒരു സ്റ്റോറി കൈറ്റ് ഫ്ലൈ ചെയ്തു. അത് എന്താണ് സ്റ്റോറി? BRS-ഉം BJP ഒരു അലയൻസിലാണ്, അതുകൊണ്ട് കംപ്ലീറ്റ് BRS വോട്ട് കോൺഗ്രസ്സിന് പോയി. അത് അവർ ഭയങ്കര ഓവർ സ്മാർട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചൊരു ബാക്ക് ഫുട്ടിലായി പോയി, നമ്മൾ അത് റെസ്പോണ്ട് ചെയ്തില്ല. അത് അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഇവിടെ നോക്കുന്നു. ബട്ട് ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ലല്ലോ, അവർ എല്ലാവർക്കും അറിയാമല്ലോ, ജനങ്ങൾക്ക് അറിയാമല്ലോ, വായിക്കുന്നുണ്ടല്ലോ. ആരാണ് ഇന്ത്യ അലയൻസിൽ ഡൽഹിയിൽ ചായയും കാപ്പിയും ബിസ്ക്കറ്റും റസ്ക് ഇരുന്ന് കഴിക്കുന്നത്? അത് CPM-ഉം കോൺഗ്രസ് അല്ലേ. എന്നിട്ട് ഓരോരോ മിസ്ഇൻഫർമേഷൻ, രാജീവ് ചന്ദ്രശേഖർ, EP ജയരാജൻ, അതെല്ലാം ഇങ്ങനെ പറയും. ബട്ട് നോക്കൂ, ഞാൻ എപ്പോഴും പറയും, ഞാൻ ഡൽഹിയിൽ നാഷണൽ സ്പോക്സ്മാൻ ആകുമ്പോൾ എപ്പോഴും പറയാവുന്നൊരു സാധനമാണ്, ഇവർ നുണ പറയും. ആര്? കോൺഗ്രസ്. അത് അവരുടെ DNA-യിലുള്ള സാധനം. നമ്മൾ ആ നുണ കേട്ടിട്ട് നമുക്ക് വലിയ ദേഷ്യം വരുന്നു, അതൊന്നും ആവശ്യമില്ല. നമ്മൾ സത്യം പറയാം. നോ ദ ട്രൂത്ത്, നോ ദ ഡിഫറൻസ്. ഇവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവണം. അത് ഞങ്ങൾ ജനങ്ങളുടെ പോയിട്ട് പറയും. ശശി തരൂരിനെ പോലുള്ളവർ മാറി ചിന്തിക്കുന്നുണ്ടോ അല്ലേ? അതിപ്പം എനിക്കറിയില്ല ശശി തരൂർ എന്ത് ചിന്തിക്കുന്നു, എപ്പോൾ ചിന്തിക്കുന്നു, ഇന്ന് എന്ത് ചിന്തിക്കുന്നു, നാളെ എന്ത് ചിന്തിക്കും, അതൊന്നും ഞാൻ അതിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. കേരളത്തിൽ ആരാണ് മുഖ്യ ശത്രു? കോൺഗ്രസ് ആണോ CPM ആണോ? ഞാൻ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെ ശത്രുവായിട്ട് കാണുന്നില്ല. ഞങ്ങൾ ഇതൊരു ബാറ്റിൽ ഓഫ് ഗവർണൻസ് ഐഡിയോളജീസാണ്. മനസ്സിലല്ലേ? ഇത് നരേന്ദ്രമോദിജി സബ്കാ സാത്ത് സബ്കാ വികാസ് പറയുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷനെ ശരിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ, മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ ഓപ്പോസ് ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധം 4% മുസ്ലിം റിസർവേഷൻ പാസ് ചെയ്യുന്നു. അപ്പോൾ ആരാണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടി? ആരാണ് ശരിക്കും സബ്കാ സാത്ത് സബ്കാ വികാസ്? ആര് എല്ലാം? ഇതാണ് ശരിക്കും ഈ പൊളിറ്റിക്കൽ ബാറ്റിൽ ഗ്രൗണ്ടിൽ മെയിൻ ഇഷ്യൂ. അവർ ഇതിൽ മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റാലിൻ ചെയ്യുന്ന മാതിരി ഗോൾ പോസ്റ്റ് മാറ്റാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കഴിഞ്ഞ 6 കൊല്ലം 5 കൊല്ലം തമിഴ്നാട്ടിലും ഈ ഇന്ത്യ അലയൻസിൻ്റെ പാർട്ട്ണറാണ്, അതുകൊണ്ടാണ് ഞാൻ തമിഴ്നാടിനെ പറ്റി പറയുന്നത്.
അവിടെ നടന്ന അഴിമതിയും അവിടെ ഒരു ഡെവലപ്മെൻറ്റും നടന്നിട്ടില്ല. അവിടെ ഒരു ഒറ്റ അച്ചീവ്മെൻറ്റ് ഇന്ത്യ അലയൻസിൻ്റെ അച്ഛൻ്റെ മകനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കി. അതിനെല്ലാം മാറ്റി ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കുക, ലാംഗ്വേജ് പോളിസി, ഡീലിമിറ്റേഷൻ, ഇതെല്ലാം ഒരു റെഡ് ഹെറിംഗ് ആയിട്ട് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുക. ഈ എലക്ഷൻ സമയത്ത് എന്താണ് 9 കൊല്ലം 10 കൊല്ലം പിണറായി വിജയൻ ചെയ്തത്, എന്താണ് NDA സർക്കാർ യു പി എ സർക്കാരായ കോൺഗ്രസ് 10 കൊല്ലത്തിൽ അവരെന്ത് ചെയ്തു, സെൻറ്ററിൽ കോൺഗ്രസ് കർണാടകയിൽ എന്ത് ചെയ്യുന്നു, തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നു, ഹിമാചൽ പ്രദേശിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ BJP NDA ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇത് ജനങ്ങൾ തീരുമാനിക്കും. നമ്മുടെ ഭാവിക്ക്, നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഏത് പാർട്ടിയാണ് ഏറ്റവും നല്ല പാർട്ടി, ഏത് പാർട്ടിയാണ് നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്, അത് തീരുമാനിക്കും.